നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വാർത്തകളും മറ്റും കിട്ടാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജോലിയിൽ ഉയർച്ച അല്ലെങ്കിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ, നിർണായക മാറ്റം എന്നിവ നേടി എടുക്കുന്ന കുറച്ച് രാശിക്കാരുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സെപ്റ്റംബർ മാസം തുടങ്ങിക്കഴിഞ്ഞു. ഈ സമയം ജ്യോതിഷപ്രകാരം പല മാറ്റങ്ങളും ഓരോ രാശിക്കാരിലും ഉണ്ടാകുന്നു. അത്രയേറെ പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ ഈ മാസത്തെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. പല ഗ്രഹങ്ങൾക്കും സ്ഥാനചലനം സംഭവിക്കുന്നതിനാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു. തൊഴിൽ, കരിയർ, ധനം, ദാമ്പത്യം എന്നിങ്ങനെ പല മേഖലകളിലായി നേട്ടങ്ങളും കോട്ടങ്ങളും സെപ്റ്റംബറിൽ നടക്കുന്നു. കരിയർ മാറ്റങ്ങൾ തന്നെയാണ് ഭാവിയിൽ പ്രധാനപ്പെട്ട മാറ്റം. സെപ്റ്റംബർ മാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില രാശിക്കാർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ചിലർക്കാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ സെപ്റ്റംബറിൽ കരിയർ മാസഫലം, ജോലിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് ഈ മാസം ജോലി, അത് കരിയർ അടിസ്ഥാനത്തിൽ ഗുണമുള്ളതായിരിക്കും. പലപ്പോഴും മേലുദ്യോഗസ്ഥരുമായുള്ള നിങ്ങളുടെ ബന്ധം തന്നെ നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളിലും കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾക്ക് ജോലിയിലും പെരുമാറ്റത്തിലും, അതായത് നിങ്ങളുടെ ജോലിയിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ സംതൃപ്തരാകുന്നു. കൂടാതെ ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും നിങ്ങളെ കാത്തിരിക്കുന്ന മാസമാണിത്. അടുത്തത് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് അവരുടെ കരിയറിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. പലപ്പോഴും പ്രശ്നങ്ങൾ കാരണം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്ന പല കാര്യങ്ങളും കണ്ടുവരാനുള്ള സാധ്യത. എന്നാൽ സമയമെടുത്തും വിജയം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അടുത്ത മിഥുനൻ രാശിക്കാർ കരിയറിനെ കുറിച്ച് ഈ മാസം അല്പം ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് പോകാൻ. കഠിനാധ്വാനം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓട്ടോമാറ്റിക്, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. എപ്പോഴും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും കഠിനാധ്വാനത്തിൽ നിന്ന് പിന്മാറരുത്. അത് ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. വിജയത്തിനുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലുള്ള രാശിക്കാരാണ്. അടുത്തത് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിക്കാർക്ക് ജോലിയിൽ പലവിധ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പലപ്പോഴും ജോലിയിൽ സ്ഥാനക്കയറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു. വിദേശത്തെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി സമയം കൃത്യമായി കണക്കാക്കുന്നതിന് നിങ്ങളൊരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ ജോലി സമയം കണക്കാക്കി ചെയ്യാനായിട്ട്. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കുന്നതിന് സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ജോലിയിൽ ഉയർന്ന വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രമിക്കുന്ന ജോലിയിൽ വിജയം ലഭിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സഹായം തേടി എത്തുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നതാണ്. അടുത്തത് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ജോലിയിൽ അനുകൂല സമയമാണ്. വിജയം നിറഞ്ഞ ഒരു സമയമാണ്. ഒരു സംശയവും വേണ്ട. പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ച നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം പ്രയോജനത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം നേട്ടം ഉണ്ടാകുന്നു. കുടുംബത്തിനും സുഹൃത്തിനും വേണ്ടി ജോലിയിൽ പലപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. അടുത്തത് തുലാൻ രാശി. തുലാൻ രാശിക്കാർക്ക് അവരുടെ ജോലിയെക്കുറിച്ച് അല്പം ആശങ്കകൾ നിറഞ്ഞ ഒരു മാസമാണ് സെപ്റ്റംബർ. പലപ്പോഴും തൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു
ജോലി ആയിരിക്കില്ല എന്നതാണ് ഇവരെ കൂടുതൽ ടെൻഷനിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും മാനസിക പ്രതിസന്ധികൾ വർദ്ധിക്കുമെങ്കിലും അതിനെല്ലാം പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശരിയായ തീരുമാനം കരിയറിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട അനിവാര്യത നിസ്സാരമല്ല. എല്ലാം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ജോലി നല്ലവണ്ണം ചെയ്താലും കൂടുതൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അത് നന്നല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ട്. അടുത്തത് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നു. അല്പം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ബമ്പർ അടിക്കുന്ന അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന രീതിയിലുള്ള ഒരു മാസമാണെന്ന് വേണമെങ്കിൽ സെപ്റ്റംബർ മാസത്തെ പറയാം. കരിയറിലെ എല്ലാ മാറ്റങ്ങളും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ മാസം കരിയർ പരമായി അനുകൂല സമയമായിരിക്കും. കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്ന ഒരു മാസമാണ്. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറിമറിയുന്ന ജോലിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ ഇരട്ടിയാക്കുന്നു. ജോലിയിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നു, അത് നിങ്ങളെ ഇരട്ടി സമ്പത്തിലേക്ക് നയിക്കുന്നു. തൊഴിൽ സംബന്ധമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ജോലിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നു. ഇതെല്ലാം തന്നെ സാമ്പത്തിക നേട്ടത്തിന് നിങ്ങളെ സഹായിക്കും. അടുത്തത് മകരൻ രാശി. മകരൻ രാശിക്കാർക്ക് അനുകൂല പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ മാസം. പലപ്പോഴും ജോലിയിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രശ്ന പരിഹാരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനത്തെ വെറുതെ ഉള്ളതാക്കി തീർക്കും. അതിനാൽ എപ്പോഴും പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഈ മാസം ജോലിയുടെ തുടക്കത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാം. പലപ്പോഴും ഉയർച്ച താഴ്ചകൾ ഇവരെ ബാധിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ പറയുന്ന പല കാര്യങ്ങളും പ്രശ്നത്തിലേക്ക് നയിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. സാമ്പത്തിക വിജയം കൈവരിക്കുന്നതിനും അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കരിയർ നേട്ടങ്ങൾ, ജോലിപരമായി നിങ്ങൾ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ്. അടുത്തത് മീനൻ രാശി. ഇവർക്ക് ജോലിയുടെ വിജയത്തിനായി ശ്രമിക്കുന്ന കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു മാസമായി മാറുന്നതായിരിക്കും ഈ മാസം. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോടൊപ്പം കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. പലപ്പോഴും അവരുടെ പെരുമാറ്റം നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ജോലിയിൽ സഹപ്രവർത്തകരും നിങ്ങൾ ഇത് ചെയ്തല്ലോ എന്ന രീതിയിൽ നിങ്ങളെ പുകഴ്ത്തി പറയാനുള്ള ഒരു സാധ്യത കാണുന്നു. ജോലിയോടുള്ള നിങ്ങളുടെ സമർപ്പണം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നൽകുന്നതായിരിക്കും. ഈ സെപ്റ്റംബർ മാസം ഇത്രയും മാറ്റങ്ങളാണ് മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് ജോലിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ ദേശദേവൻ അല്ലെങ്കിൽ ദേവി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്ര ഇടയ്ക്കിടെ പറ്റുന്ന സമയങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റും നടത്തുന്നത് നിങ്ങൾക്ക് ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ലത് വരുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾക്കും മറ്റും അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.